ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെള്ളപ്പയർ കറിയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ കുറച്ച് വെള്ളപ്പയർ ഒരു 4 മണിക്കൂർ മുന്നേ എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി കഴുകി നമുക്കൊരു കുക്കർ എടുത്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി അതിനാവശ്യമായ വെള്ളവും ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചു, ഗ്യാസൊക്കെ കത്തിച്ചു. അങ്ങനെ ഒരു 6 വിസിൽ വരെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം തന്നെ നമുക്ക് ഇതിനാവശ്യമായ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി ഇതൊക്കെ അരിഞ്ഞു വെക്കാം. ഇനി ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർക്കേണ്ടതുണ്ട്. അതും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് അതിലോട്ടേക്ക് ഈ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ട് വഴറ്റാം. കുറച്ച് വഴന്നതിന് ശേഷം നമുക്കിതിലോട്ടേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും ചേർക്കാം. അങ്ങനെ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തു. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അടുപ്പെടുത്ത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ തക്കാളി നന്നായി വെന്ത് കിട്ടും. കുറച്ച് കഴിയുമ്പോൾ മൂടി തുറന്ന് നമുക്ക് തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായ മസാലപ്പൊടി, അതായത് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യമുള്ളതുപോലെ എരിവിന് വേണ്ടുന്ന ആവശ്യമുള്ളതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു സ്പൂണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ മല്ലിപ്പൊടി ഞാനിവിടെ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ ഞാൻ മല്ലിപ്പൊടിയൊക്കെ ഇട്ടു. നന്നായി വഴറ്റുക. നന്നായി വഴറ്റിയതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് തീ ഓഫാക്കി അത് മാറ്റി വെക്കാം. ഈ സമയം നമ്മുടെ കുക്കർ തുറന്ന് നമ്മുടെ പയർ വെന്തിനോ എന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാമല്ലോ. അങ്ങനെ കുക്കർ തുറന്നു. ഇതാ നമ്മുടെ പയർ നന്നായി വെന്തിട്ടുണ്ട്. നന്നായി വെന്തിട്ടുണ്ട് പയറ്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച മസാല അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിക്കുക. ഇനി ഇതിലോട്ടേക്ക് ആവശ്യമായ ഉപ്പും ചേർക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചു. കുറച്ച് സമയം ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം കൂടി, ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിക്കണം. അപ്പോൾ ഈ പയറിൽ മസാലയൊക്കെ പിടിക്കും. ഈ സമയം നമുക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം.
ഇനി ഇത് അവിടെ കിടന്ന് വേവട്ടെ കുറച്ച് ദിവസം. ആ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് ജീരകവും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കുറച്ച് ജീരകം ഇട്ടിട്ടുണ്ട്. ഇത് നന്നായി അരച്ചെടുക്കുക. ഇതാ നന്നായി അരച്ചെടുത്ത തേങ്ങയായത്. ഇനി നമ്മൾ വേവിച്ച് വെച്ച ആ പയറിലോട്ടേക്ക് ഈ തേങ്ങ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം കുറച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആ തേങ്ങ ഒഴിച്ചു കൊടുക്കുക. തേങ്ങ ഞാൻ ഒഴിക്കുന്നുണ്ട്. തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങ ഒഴിച്ചു. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി നന്നായി തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. അധികം കട്ടിയാക്കേണ്ട, കാരണം ഇത് നമ്മൾ ഓഫാക്കി കുറച്ച് കഴിയുമ്പോൾ നല്ല തിക്കായി വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ലൂസിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഇതാ നന്നായി തിളച്ചു. ഇനി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. പാകത്തിന് ഉപ്പൊക്കെ ഇടുക. ഏകദേശം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾക്ക് കുബൂസിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയായത്. തീ ഓഫാക്കുക. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കുക. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ടേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ വറവ് ഈ കറിയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളപ്പയർ കറി റെഡി ആയിട്ടുണ്ട്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ ബൈ.